ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ചിക്കൻ പക്കോടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ പക്കോടയുടെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ചിക്കൻ പക്കോടയൊക്കെ തയ്യാറാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ചിക്കൻ പക്കോട തയ്യാറാക്കി കഴിക്കുമ്പോൾ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാം. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇതുപോലെ ഒരു കുഴിയുള്ള ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് എല്ലാ മസാലകളും മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൗൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നുള്ളത് ചിക്കൻ ബ്രസ്റ്റാണ്. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇതുപോലെ വേവിച്ചെടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാതെ ഇത് ചെയ്തെടുക്കാം. എനിക്ക് കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ വേവിച്ചെടുത്ത് ചിക്കൻ വെച്ച് ചെയ്യുമ്പോഴാണ്. ഇതിൽ ചിക്കൻ്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നേരിയതായി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനേക്കാളും കുറച്ച് അധികമായിട്ട് തന്നെ ഉള്ളി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അല്പം മഞ്ഞൾപ്പൊടിയാണ്. അതോടൊപ്പം തന്നെ ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ കുറച്ച് ക്രഷ്ഡ് പെപ്പർ പൗഡർ വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ കാശ്മീർ ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചിക്കൻ മസാലപ്പൊടിയാണ്. അപ്പോൾ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ചിക്കൻ മസാലപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അല്പം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് പെരുംജീരകമാണ്. അപ്പോൾ ദാ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റിയൊക്കെ എടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇത്രയും അളവിൽ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ നേരെ പകുതിയായിട്ട് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഈ ഒരു ലീഫാണ്. ഇത് പാഴ്സലി ലീഫാണ്. അപ്പോൾ ഈ ഒരു ലീഫാണ് ഇതിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. പക്കോടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ചേർത്ത് കൊടുത്താൽ കാണാൻ മല്ലിയിലെ പോലെ ഉണ്ടെങ്കിലും ചെറിയൊരു ടേസ്റ്റിലൊക്കെ ഇതിൽ വ്യത്യാസമുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ലീഫാണിത്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് മല്ലിയില ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ മല്ലിയില ചേർക്കുമ്പോൾ ഇത്ര അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ലീഫായതുകൊണ്ടാണ് ഇത്രയും അധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതിന്ന് ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും ആ സമയം. അപ്പോൾ അതിനനുസരിച്ച് പൊടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതില്ലെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇത് മിക്സാക്കി എടുക്കാം നമുക്ക്. അങ്ങനെ ഇപ്പോൾ ദാ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിലൊക്കെ നല്ലോണം ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ച് പോർഷനായി ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഇത് ഷേപ്പ് ചെയ്ത് നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഈ സമയം ഓയിലൊക്കെ നല്ല ചൂടിൽ വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് ഓയിൽ ഇത് വലിച്ചെടുക്കും. അങ്ങനെ ഇപ്പോൾ പക്കോടയൊക്കെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഇത് റെഡിയായി വരുന്നുണ്ട്. ഇനി എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പോൾ ചിക്കൻ പക്കോടയൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ചിക്കൻ പക്കോട തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പക്കോട റെസിപ്പിയാണിത്. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.